ട്രിനിറ്റി ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ചർച്ചിൻ്റെ ഇടയനും ഞാൻ ക്രിസ്തുയേശുവിൽ സഹോദരതുല്യം സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ശ്യാമാക്, അദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാർ, ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾ, ഓൺലൈനിൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ ഒരു ചിന്തയ്ക്കായിട്ട് ഹാലിൽ ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം, അതിൻ്റെ 23, 24, 25 വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. ശീമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത് ആരെക്കൊണ്ടെന്ന് ചോദിപ്പാൻ പറഞ്ഞു. അവൻ യേശുവിൻ്റെ നെഞ്ചോട് ചാഞ്ഞു, കർത്താവേ അതാരെന്ന് ചോദിച്ചു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന വചനത്തിനായി സ്തോത്രം. കർത്താവെ, അടിയങ്ങളോട് കർത്താവിന് എന്താണോ സംസാരിക്കാനുള്ളത് സംസാരിക്കണം. എന്താണോ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്തെടുക്കണം. കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ ദാസൻ ഒരു സർപ്രൈസ് ആയിട്ടാണ് ഇന്ന് വചനം ശുശ്രൂഷിക്കാൻ പറഞ്ഞത്. ഞാൻ പോരാനായിട്ട് ഇറങ്ങുന്ന സമയത്താണ് ഇത് പറയാനായിട്ട് ഇടയായി തീർന്നത്. അല്ല, യഥാർത്ഥത്തിൽ പറയാനിടയായെന്നല്ല, പറയാൻ പറ്റില്ല. കാരണം പാസ്റ്റർ എന്നെ വിളിച്ചിരുന്നു, മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ കണ്ടില്ല. പോരാൻ ഇറങ്ങിയപ്പോഴാണ് കണ്ടത്. ഞാൻ ഈ പോരുന്ന വഴി യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ കർത്താവെ, ഞാൻ എന്താണ് സംസാരിക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ യേശു കർത്താവിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് തന്നെ നീ സംസാരിക്കുക. ഇവിടെ വന്നിരുന്നപ്പോഴും ഞാനിങ്ങനെ ഓർത്ത്, കർത്താവെ ഞാൻ എന്താ പറയണ്ടേ, ഞാൻ ഇതാണ് പറയുന്നതെങ്കിൽ കർത്താവിൻ്റെ ദാസൻ്റെ വായിൽ നിന്ന് ഈ വചനം ഒന്ന് വരണം. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ ചിന്തിച്ച് ആഗ്രഹിച്ചിരിക്കുമ്പം കർത്താവിൻ്റെ ദാസൻ പറയുക, യേശുവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന യോഹന്നാൻ, ഹൃദയത്തിൻ്റെ സ്പന്ദനം അറിഞ്ഞ യോഹന്നാൻ, ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്തത് യോഹന്നാനെ ദൈവം അറിയിക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ വായിച്ച വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. യേശു കർത്താവ് ക്രൂശീകരണത്തിന് പോകുന്നതിൻ്റെ മുമ്പ് പെസഹായുടെ ദിവസം അന്ത്യ അത്താഴത്തിന് ശിഷ്യന്മാരുമായിട്ട് ഇരിക്കുമ്പോൾ, കാൽ കഴുകൽ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ആണ് ഈ ഭാഗം എഴുതിയിരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു. ഇതാരെക്കുറിച്ച് പറയുന്നു എന്ന് ശിഷ്യന്മാർ സംശയിച്ച് തമ്മിൽ നോക്കി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. കർത്താവ് ഈ അന്ത്യ അത്താഴ സമയത്ത് പറയുകയാണ്, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. അപ്പോൾ എല്ലാവരും തമ്മിൽ നോക്കുക, ഇതാരെക്കുറിച്ചാണ് പറയുന്നതെന്ന്. എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഇതാരാണ്. അപ്പൊ പത്രോസ് ആണല്ലോ യഥാർത്ഥത്തിൽ ചാടി കയറി ചോദിക്കേണ്ട ആള്. പക്ഷേ പത്രോസിന് ചോദിക്കാൻ ഒരു മടി. കാരണം പുറകിലത്തെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, യേശു കർത്താവ് പത്രോസിനോട് ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് കർത്താവിനോട് പറഞ്ഞു, ഗുരു നിനക്ക് അത് അരുത്, നീ മരിക്കരുതെന്ന് പറഞ്ഞപ്പം പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോകും. സാത്താനെ എന്ന് പത്രോസിനെ വിളിച്ചതിന് ശേഷം പത്രോസിന് വീണ്ടും ഒന്നുകൂടെ ചോദിക്കാൻ ഒരു മടി. അതുകൊണ്ട് പത്രോസ് യോഹന്നാനെ നോക്കിയപ്പോൾ യോഹന്നാൻ യേശുവിൻ്റെ മാറോട് ചേർന്നിരിക്കുന്നത് കണ്ടു. ഉടനെ യോഹന്നാനോട് പത്രോസ് ആംഗ്യം കാട്ടി ചോദിക്കുകയാണ്, നീ ചോദിക്കുകയെന്ന്. അപ്പം യോഹന്നാൻ എന്താ ചെയ്തത്? യേശുവിൻ്റെ നെഞ്ചോട് ഒന്നുകൂടി ചാരിയിരുന്നിട്ട് യേശുവിനോട് ചോദിച്ചു, കർത്താവേ അതാരാ എന്ന് ചോദിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, യേശുവിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന ഒരാള് ഒരു കാര്യം ചോദിച്ചാൽ കർത്താവിന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. യോഹന്നാനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവത്തിന്റെ കൃപ എന്നാണ്. ദൈവത്തിന്റെ കൃപ. പഴയ നിയമത്തിലൊന്നും യോഹന്നാൻ എന്ന വാക്കില്ല. യോഹന്നാൻ എന്ന വാക്കിന് പകരം യോന എന്ന വാക്ക്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് യോഹന്നാൻ എന്ന വാക്ക് വരുന്നത്. ഈ യോഹന്നാൻ ആരുടെ മകനാണെന്ന് നമുക്കറിയാം. സെബദി മക്കള എന്നാണ് അറിയപ്പെടുന്നത്. യോഹന്നാന്റെ അപ്പൻ സെബദി, അമ്മ ശലോമി. ആ ശലോമി എന്ന് പറയുന്നത് യേശുവിൻ്റെ അമ്മയുടെ സ്വന്തം സഹോദരിയാണ്. അപ്പൊ സ്വന്തം സഹോദരിയുടെ പുത്രനാണ് യോഹന്നാൻ. ഇവർ 2 സഹോദരങ്ങളാണ്, യാക്കോബ് യോഹന്നാൻ. കർത്താവിൻ്റെ
ഇന്നർ സർക്കിളിൽ അല്ലെങ്കിൽ കോർ ഗ്രൂപ്പിനകത്തുള്ള 3 പേരിൽ 2 പേരാണ് യാക്കോബ്, യോഹന്നാൻ, പിന്നെ പത്രോസ്. ഈ മക്കളെ നോക്കി, യാക്കോബിനെ യോഹന്നാനെ നോക്കി യേശു കർത്താവ് വിളിച്ച പേരെന്താണെന്നറിയോ? യാക്കോബെന്നോ യോഹന്നാനെന്നോ അല്ല. അവരെ വിളിച്ചത് ഇടിമക്കളെന്ന, ബൊവർഗനേസ് എന്നാണ് അവരെ വിളിച്ചത്. ആ ബൊവർഗനേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇടിമക്കളെന്ന. എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കും. എല്ലാത്തിനും ഇടിച്ചിടിച്ച് നിൽക്കുന്ന സ്വഭാവം യേശു കർത്താവ് ഇവരിൽ കണ്ടിട്ടാണ് അവരെ ഇടിമക്കൾ എന്ന് പറയുന്നത്. അപ്പം ഈ യോഹന്നാനാണ് 12 ശിഷ്യന്മാരിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞത്. പക്ഷേ ഈ യോഹന്നാൻ ശരിക്കും നമ്മൾ സുവിശേഷം വായിക്കുമ്പം കാണുന്ന യോഹന്നാനോ, ലേഖനങ്ങൾ വായിക്കുമ്പം കാണുന്ന യോഹന്നാനോ, വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന യോഹന്നാനോ അല്ലായിരുന്നു ആദ്യം. യേശു യോഹന്നാനെ വിളിക്കുമ്പോൾ, അതായത് ജോൺ ശബ്ദത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നാൽ എബ്രായ ഭാഷയിൽ അത് എഴുതിയിരിക്കുന്നത് ബർഷീത് യഹദ് ഹദബാർ എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ആദിയിൽ ദൈവപുത്രൻ ഉണ്ടായിരുന്നു. ഹദബാർ, ബാർ എന്ന് പറയുന്നത് എബ്രായ ഭാഷയിൽ പുത്രൻ എന്നാണ്. ദബാർ എന്ന് പറഞ്ഞാൽ അത് വചനം എന്നാണ്. എബ്രായ ഭാഷയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ഹല്ലേലൂയ, ബാർ എന്ന് പറയുമ്പോൾ പുത്രൻ, ദബാർ എന്ന് പറയുമ്പോൾ എന്താണ്? ഹല്ലേലൂയ, വചനം. എന്നാൽ ഹദബാർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പുത്രൻ. ദൈവത്തിന്റെ പുത്രൻ ആദിയിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ വചനം എന്നിടത്തെല്ലാം നിങ്ങൾ ദൈവപുത്രൻ എന്നൊന്ന് വായിച്ചു നോക്കണം. അപ്പോൾ അതിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. ഈ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ, അതേ ഞാൻ തൊട്ടത് കൊണ്ട് ഒരു കാര്യം പറയാം. ഹദബാർ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ആ ഒരൊറ്റ വാക്കിനകത്ത് 4 ആശയങ്ങൾ ഒന്നിച്ചു ചേരുന്നതാണ് ആ വാക്കെന്ന് പറയുന്നത്. 4 ആശയങ്ങൾ ഒന്നിച്ചു ചേരുന്നത്. ഹല്ലേലൂയ. റോഖോല മഷ്യാറ ബഗജന സേഖനല റഖല മശന്തരാജ ദാഖര മഹസ്യാന്തുഡാന്തുരാജ. 1 എറ്റേണിറ്റി. The Son of God is eternal. നിത്യത മുതൽ നിത്യത വരെ. 2 പേഴ്സണാലിറ്റി. അത് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ the Son of God is a person, not a spirit, not a ghost. ഗോസ്റ്റ് അല്ല, സ്പിരിറ്റ് മാത്രമല്ല, പക്ഷേ സൺ ഓഫ് ഗോഡ്, ദൈവപുത്രൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അതാണ് പേഴ്സണാലിറ്റി, വ്യക്തിത്വം. 3 ഡിവിനിറ്റി, ദൈവത്വം. ദ സൺ ഓഫ് ഗോഡ് ഈസ് വെരി ഗോഡ് ഓഫ് വെരി ഗോഡ്. ഹല്ലേലൂയ. ദൈവപുത്രൻ എന്നും ദൈവമായിരുന്നു. ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ദൈവമായിരുന്നു, ഇപ്പോഴും ദൈവമാണ്, ഇന്നും ദൈവമാണ്, എന്നും ദൈവമാണ്. 4 ഹ്യൂമാനിറ്റി, മനുഷ്യത്വം അല്ലെങ്കിൽ മാനുഷികമായത്. He came to earth in human body and is still living in heaven in the same body. Hallelujah. ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് വന്നു. ആ ദൈവപുത്രൻ ഇന്നും ആ ബോഡിയിൽ തന്നെ, അല്ലെങ്കിൽ എന്താ പറഞ്ഞേ, തേജസ്സോട് കൂടിയ ആ ബോഡിയിൽ തന്നെ സ്വർഗത്തിൽ വസിക്കുന്നു. ഈ 4 കാര്യങ്ങൾ ഒന്നിച്ചു ചേരുന്നതാണ് ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ 4 ഭാഗവും ഒരു മനുഷ്യനിൽ ഒരുമിച്ച് ചേർന്ന് നിന്നാൽ, അതായത് പ്രപഞ്ചത്തിൽ അത് ഒറ്റ മനുഷ്യനേ ഉള്ളൂ. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഏതൊക്കെയാണ്? എറ്റേണിറ്റി. ഹല്ലേലൂയ. നിത്യത മുതൽ നിത്യത വരെ. പേഴ്സണാലിറ്റി, സൺ ഓഫ് ഗോഡ് ഈസ് എ പേഴ്സൺ. 3 ഡിവിനിറ്റി, സൺ ഓഫ് ഗോഡ് ഈസ് വെരി ഗോഡ് ഓഫ് വെരി ഗോഡ്. 4 ഹ്യൂമാനിറ്റി, he came to earth in human body and is still living in heaven in the same body. ഹല്ലേലൂയ. ഈ 4 ഭാഗവും ഒരു മനുഷ്യനിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ആദിയിൽ ദൈവപുത്രൻ ഉണ്ടായിരുന്നു. ദൈവപുത്രൻ ജഡമെടുത്തു. വാക്കല്ല ജഡമായി തീർന്നത്. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിന്റെ വചനം എന്ന് നമ്മൾ വായിക്കുമ്പോൾ അതൊരു വാക്കല്ല, അത് ദൈവത്തിന്റെ പുത്രനാണ്. വാക്കല്ല ജഡമായി മാറിയത്. ഹല്ലേലൂയ. സ്പിരിച്വൽ ബോഡിയിൽ സ്വർഗത്തിൽ ജീവിച്ചിരുന്ന ദൈവപുത്രൻ മനുഷ്യ ശരീരത്തിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം അതിനകത്ത് 9-ാം
അധ്യായത്തിൽ പറയുന്നുണ്ട്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അതായത് ദൈവം ഹല്ലേലൂയ ഒരു ശരീരത്തിലേക്ക് ഹല്ലേലൂയ വന്നു വസിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പുത്രൻ, അതായത് the son of God, meaning not in the biological sense but in the theological sense. Hallelujah. Biological sense ൽ നമ്മൾ ഒരിക്കലും അതെടുക്കരുത്. son of God, ദൈവത്തിന്റെ പുത്രനെ നമ്മൾ, അതായത് ഞാനും നിങ്ങളും ജനിച്ചതുപോലെ ബയോളജിക്കൽ ഫാദറിൽ, ബയോളജിക്കൽ മദറിൽ നിന്നാണ് നമ്മുടെ ജനനം ഉണ്ടായത്. അതുപോലെ ഒരിക്കലും യേശു കർത്താവിന്റെ ജനനത്തെ നിങ്ങൾ എടുക്കരുത്. ഹല്ലേലൂയ. അതിനെ തിയോളജിക്കൽ സെൻസിൽ എടുക്കണം, അല്ലെങ്കിൽ അതിനെ സ്പിരിച്വൽ സെൻസിൽ എടുക്കണം. ഈ ദൈവത്തിന്റെ പുത്രൻ ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ടതല്ല, അൺക്രിയേറ്റഡ് ആണ്. നമ്മളെ ദൈവം സൃഷ്ടിച്ചതാ, പക്ഷേ യേശു കർത്താവിനെ സൃഷ്ടിച്ചതല്ല. ഹല്ലേലൂയ. He himself the creator. ഹല്ലേലൂയ. യേശു തന്നെ സൃഷ്ടിതാവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 230ഓളം ടൈറ്റുലർ നെയിംസ് ആണ് യേശു കർത്താവിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ യേശു കർത്താവിന്റെ, അതായത് യഥാർത്ഥമായിട്ടുള്ള അതിനെ അതുപോലെ ഒപ്പിയെടുത്ത ഒരു മനുഷ്യനായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാരിൽ ആരെ കാണണമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്ക് യോഹന്നാനെ കണ്ടാൽ മതി. ഹല്ലേലൂയ. പൗലോസിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ കാണും, പത്രോസിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ കാണും. കാരണം പൗലോസിനെ പോലെ വെളിപ്പാട് കിട്ടിയത്, പൗലോസിനെ പോലെ യേശു കർത്താവിന്റെ എന്താ പറയുന്നേ, ഹല്ലേലൂയ, വെളിപ്പാടുകളുടെ ആധിക്യം പ്രാപിച്ചത്, ക്രിസ്തു യേശുവിനെ കുറിച്ച്, യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് പ്രാപിച്ച ഒരാൾ പോലും ഇല്ലായിരിക്കും. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം യോഹന്നാൻ അപ്പോസ്തലനെയാ. കാരണം ഹല്ലേലൂയ, താഴ്മയുടെ അപ്പോസ്തലനാണ്. ഹല്ലേലൂയ. ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്ന, പെട്ടെന്ന് പ്രതികരിക്കുന്ന, ഇംപേഷ്യന്റ് ആയിരുന്ന, ക്ഷമയില്ലാതിരുന്ന, ഹല്ലേലൂയ, ഹല്ലേലൂയ, എടുത്തുചാട്ടക്കാരനായിരുന്ന യോഹന്നാനെ താഴ്മയുള്ളവനാക്കി മാറ്റിയത് ഈ യേശു കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന യേശുവിനെ സ്നേഹിച്ചത് നിമിത്തം. ഞാനും നിങ്ങളും കർത്താവിനെ സ്നേഹിക്കും തോറും നമ്മുടെ ജീവിതം ഇങ്ങനെ രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ യേശു കർത്താവിന്റെ മാറോട് ചേർന്ന്, യേശു കർത്താവിന്റെ മാറോട് നമ്മൾ ചേർന്നിരിക്കും തോറും, ആ ഹൃദയസ്പന്ദനം നമ്മൾ അറിയും തോറും നമ്മുടെ ജീവിതത്തിൽ താഴ്മ വെളിപ്പെട്ടുകൊണ്ടിരിക്കും, ദൈവത്തോടുള്ള സ്നേഹം വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഈ ഭൂമിയിലുള്ള യാതൊന്നും നമുക്ക് പിന്നെ വലിയ പ്രാധാന്യം തോന്നത്തില്ല. എനിക്കറിയാം, ഇന്ന് ഇവിടെ ഇരിക്കുന്ന പലർക്കും പലതരത്തിലുള്ള വിഷയങ്ങൾ ഭൗതിക തലത്തിലുണ്ട്. ഹല്ലേലൂയ. എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. പക്ഷേ ഈ ഭൗതിക തലത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുമ്പോഴും ഈ യേശുവിന്റെ സ്നേഹം നമ്മളെ, ഹല്ലേലൂയ, ഇതെല്ലാം മറന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനോട് ചേർന്നിരിക്കുവാൻ, സമയങ്ങൾ ദൈവത്തോട് കൂടെ ഇരിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഇത്ര ഭാഗ്യ പദവിയുള്ള, ഇത്ര ഭാഗ്യം ലഭിച്ച ഒരു ജനത വേറെ ആരാണുള്ളത്? ഹല്ലേലൂയ. ഒരു കാലത്ത് ദൈവവുമായിട്ട്, യേശു കർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജീവിച്ചിരുന്നവര്, സാമുദായിക പാരമ്പര്യങ്ങളിൽ കെട്ടപ്പെട്ട് കിടന്നവരെ. ഹല്ലേലൂയ. ഞാനും ഒരു പാരമ്പര്യ സാമുദായിക കെട്ടപ്പാട്, ഒരു കെട്ടിനകത്തുനിന്നാ പുറത്തു വന്നത്. ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചത് ഒരു പ്രതിസന്ധിക്കകത്തല്ല, ഒരു പ്രതികൂലത്തിന്റെ നടുക്കല്ല, ഒരാളുടെ നിർബന്ധപ്രകാരം എന്നെ തള്ളിവിട്ട് ഞാൻ അവിടെ പോയിരുന്നതാ. പക്ഷേ യേശുവിന്റെ സ്നേഹം എന്നെ തൊട്ടു. ഹല്ലേലൂയ. അന്ന് മുതൽ ഈ യേശു കർത്താവിനോട് എനിക്ക് സ്നേഹമുണ്ടായി. ഈ സ്നേഹമാണ് അന്ന് മുതൽ ഇന്ന് വരെ എന്നെ, ഹല്ലേലൂയ, കർത്താവിൽ നിലനിർത്തിയത്. പ്രതികൂലങ്ങൾ ഇല്ലെന്നല്ല, പ്രതിസന്ധികൾ വന്നിട്ടില്ലെന്നല്ല, കഷ്ടതകൾ വന്നിട്ടില്ലെന്നല്ല, ആരും അനുഭവിക്കാത്ത പ്രതിസന്ധികളിലൂടെ, കഷ്ടതകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം 24/7 നമ്മൾ ദൈവ സാന്നിധ്യത്തിലാണെങ്കിൽ ഈ പ്രതിസന്ധികളൊന്നും നമ്മളെ ഏൽക്കാതെ കൊണ്ട് കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ റെസ്റ്റിലായിരിക്കും. കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ച്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അതാണ് പ്രിയരെ യഥാർത്ഥത്തിലുള്ള റെസ്റ്റ് എന്ന് പറയുന്നത്.
ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതാണ് ഏറ്റവും വലിയ സ്വസ്ഥത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ സ്വസ്ഥത നമ്മൾ അനുഭവിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. ഹല്ലേലൂയ. ഓരോ ദിവസവും ആ സാന്നിധ്യത്തിൽ നിന്ന് സാന്നിധ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, ഹല്ലേലൂയ, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് അത് നമ്മളെ കൊണ്ടുപോകുവാൻ ഇടയായി തീരും. ഈ സാന്നിധ്യം ഒരിക്കലും വിട്ടുകളയല്ല. ഹല്ലേലൂയ. ശുശ്രൂഷ കുറവ് വന്നേക്കാം, കൃപാവരങ്ങൾക്ക് കുറവ് വന്നേക്കാം, കൃപാവരങ്ങൾ ചിലപ്പോൾ നിന്നുപോയെന്ന് വരാം. പക്ഷെ ഈ സാന്നിധ്യമുണ്ടല്ലോ, അത് നമ്മളെ നിത്യത വരെ എത്തിക്കുന്നതാ. അത് കർത്താവിന്റെ കൂടെ നിത്യമായിട്ട് ഇന്ന് ആ സാന്നിധ്യം ഇവിടെ മൂടുകയാ. ഈ ആലയത്തിനകത്ത് വലിയ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നു. ചില വ്യക്തികളുടെ മേല് ചിലരുടെ മേല് ആ ഒരു പ്രകാശം അടിക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവ സാന്നിധ്യത്തിന്റെ പ്രകാശം ഞാൻ ഇവിടെ നിന്ന് ദർശിക്കാൻ കർത്താവ് എനിക്ക് കൃപ തരുന്നുണ്ട്. ഹല്ലേലൂയ. ചിലരുടെ തലയ്ക്ക് മുകളിൽ, ചിലരുടെ മുഖത്ത് ആ ഒരു പ്രകാശം അടിക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഈ സാന്നിധ്യം മാത്രം നമ്മൾ വിട്ടുകളയല്ല, ഈ സാന്നിധ്യമാണ് നമ്മളെ നിത്യത വരെയും എത്തിക്കുന്നത്. ഹല്ലേലൂയ. കൃപാവരങ്ങൾ നിന്നുപോകും. ഹല്ലേലൂയ. ശുശ്രൂഷകൾ കുറയാം. ഹല്ലേലൂയ. ഇനി മുമ്പോട്ട് കൂടുന്തോറും പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളൊക്കെ വർദ്ധിക്കും. പക്ഷേ ഈ സാന്നിധ്യം ഈ പ്രതികൂലത്തിന്റെ നടുവിലും കഷ്ടതയുടെ നടുവിലും ഈ സാന്നിധ്യം മാത്രം കുറഞ്ഞു പോകാൻ അനുവദിക്കല്ല. ഹല്ലേലൂയ. ഈ സാന്നിധ്യം എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മളോട് പ്രസാദമാണെന്നുള്ളതിന്റെ തെളിവാണ്. ദൈവം നമ്മളിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ സാന്നിധ്യം എന്ന് പറയുന്നത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ യുപിയിലായിരുന്നു. ഇന്നലെയാണ് യുപി നിന്ന് വന്നത്. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ എനിക്ക് കൂടുതൽ ലൈവ് ഉള്ളത് കൊണ്ട് ഡീറ്റെയിൽസിലേക്കൊന്നും പോകാൻ കഴിയത്തില്ല. എങ്കിലും ഞാൻ പറയട്ടെ, യുപിയുടെ ആത്മമണ്ഡലം തുറന്നു കിടക്കുക. ഹല്ലേലൂയ. അവിടെ ദൈവ സാന്നിധ്യം ചലിക്കുന്നത് ഞാൻ കണ്ടു. ജനങ്ങൾ വിടുവിക്കപ്പെടുന്നത് ഞാൻ കണ്ടു. ഭൂതങ്ങൾ വിട്ടുപോകുന്നത് ഞാൻ കണ്ടു. എന്താ പറയുന്നത്, വളരെ ഡിപ്രഷൻ മൂഡില് അല്ലെങ്കിൽ വളരെ സങ്കടമായിട്ടൊക്കെ വന്നവർ, ആദ്യത്തെ ദിവസം വന്നവര് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമായപ്പോൾ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്നത് ഞാൻ കണ്ടു. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവർ പ്രാപിക്കുന്നത് ഞാൻ കണ്ടു. അത്രമാത്രം യുപിയുടെ ആത്മമണ്ഡലം തുറന്നു കിടക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കേരളത്തിന്റെ അവസ്ഥകൾ മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഒരു വലിയ എന്താ പറയുക, കേരളത്തിലെ ചർച്ച, കേരള ദൈവസഭ അടുത്ത തലത്തിലേക്ക് കയറുന്ന ദിവസങ്ങളാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, എൻകൗണ്ടർ ഹല്ലേലൂയ ജീവിതത്തെ മാറ്റിമറിക്കും. ഹല്ലേലൂയ. ഞാനൊരു ഹല്ലേലൂയ പ്രവചനാത്മാവിൽ നിങ്ങളോടൊരു ദൂത് ഞാൻ വിളിച്ചു പറയാം. ഈ ഫെബ്രുവരി 28 തീരുന്നതിന് മുൻപ് ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്ന വ്യക്തികൾ, ഓൺലൈനിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, പലരുടെയും ജീവിതത്തിൽ എൻകൗണ്ടറുകൾ ഉണ്ടാകാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവിക ഇടപെടലുകൾ ഉണ്ടാകാൻ പോകുന്നു. ദൂതന്മാരുടെ എൻകൗണ്ടർ, ഏഞ്ചലിക് എൻകൗണ്ടർ, ഹോളി സ്പിരിറ്റ് എൻകൗണ്ടർ. ചിലർ യേശു കർത്താവുമായിട്ട് മുഖാമുഖം കാണാൻ പോകുന്നു. ഫെബ്രുവരി 28 ഈ മാസം തീരുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിനകത്ത് ഈ ട്രിനിറ്റി ചർച്ചിലെ പാസ്റ്ററിന്റെ അടുത്ത് നിങ്ങൾ സാക്ഷ്യം പറയും, ഞങ്ങൾക്കൊരു എൻകൗണ്ടർ ഉണ്ടായി, ഞങ്ങൾക്കൊരു എൻകൗണ്ടർ ഉണ്ടായി, ഞങ്ങൾ കാത്തിരുന്ന ആ എൻകൗണ്ടർ ഞങ്ങൾ പ്രാപിച്ചു എന്ന് പറയുവാനായിട്ട് ദൈവം നിങ്ങളെ ഇടയാക്കും. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ എൻകൗണ്ടർ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു കളയും. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞു, യെശയ്യാവ് 6-ാം അധ്യായത്തിൽ 1-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെയും യെശയ്യാവ് പ്രവാചകനായിരുന്നു. യെശയ്യാവ് എന്ന് പറയുന്ന വ്യക്തി ഒരു ബോൺ പ്രൊഫറ്റ് ആയിരുന്നു. ജന്മനാ തന്നെ ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹം ഹല്ലേലൂയ 5-ാം അധ്യായം വരെയും പ്രവചിച്ചു. പക്ഷേ 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ യഹോവ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ ആ മന്ദിരത്തെ നിറച്ചിരുന്നു. അവന് ചുറ്റും സാറാഫുകൾ നിന്ന്, 6 ചിറകുള്ള സാറാഫുകൾ നിന്ന്, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ
പരിശുദ്ധൻ 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 എന്ന് ഒരുത്തനോട് ഒരുത്തൻ ആർത്തട്ടഹസിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. യഹോവയുടെ മഹത്വം ഭൂമി മുഴുവനും നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്ത് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ യെശയ്യാവിന് ഒരു എൻകൗണ്ടർ ഉണ്ടായി. ഹല്ലേലൂയ. യെശയ്യാവിനുണ്ടായ എൻകൗണ്ടറിൽ എന്താ പ്രിയരെ സംഭവിച്ചത്? യെശയ്യാവിന് അപ്പോഴാണ് ഞാനൊരു പാപിയായ മനുഷ്യനാണെന്നുള്ള തിരിച്ചറിവുണ്ടായത്. യെശയ്യാവിന് അപ്പോഴാണ് ഞാനൊരു പാപിയായ മനുഷ്യനാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനത്തിന്റെ നടുവിൽ പാർക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പ്രവാചകനോട് ചോദിച്ചാൽ, പ്രവാചക ഇത്രയും നാളും അങ്ങ് പ്രവചിച്ചില്ലേ, 5 അധ്യായം അങ്ങ് പ്രവചിച്ചില്ലേ, അപ്പോൾ ഒരു പ്രവാചകൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ കൊണ്ടാണോ പ്രവചിച്ചത്? കഴിയും പ്രിയരെ. ഹല്ലേലൂയ. ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉണ്ടെങ്കിലും പ്രവചിക്കാൻ കഴിയും. എന്നാൽ ഹല്ലേലൂയ യഥാർത്ഥ ഒരു പ്രവാചകൻ ആ ഒരു ശുദ്ധിയുള്ള അധരത്തിൽ പ്രവചിക്കുമ്പോൾ പ്രവചനത്തിന്റെ തലം മാറുകയാണ്. ഹല്ലേലൂയ. എന്താ ചെയ്തത്? ഒരു ദൂതൻ അങ്ങോട്ട് ഇറങ്ങി വന്ന് യാഗപീഠത്തിൽ നിന്ന് ഒരു കൊടിലുകൊണ്ട് ഒരു തീക്കനൽ കയ്യിലെടുത്തു പിടിച്ച് യെശയ്യാവിന്റെ നാക്കിലോട്ട് തൊട്ടു. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, നിന്റെ അധരം ശുദ്ധമായിരിക്കുന്നു, നീ ശുദ്ധിയുള്ളവനായി തീർന്നു. ഇന്ന് ഈ രാത്രികാലം ചിലരുടെ അധരങ്ങളെ ദൈവം സ്പർശിക്കട്ടെ. അഗ്നി നാവുകളായി തീരട്ടെ, അഗ്നി നാവുകളായി തീരട്ടെ. പ്രവചനത്തിന്റെ ആഴങ്ങൾ വെളിപ്പെടട്ടെ, ഷാർപ്പായിട്ടുള്ള പ്രൊഫസി ഹല്ലേലൂയ വെളിപ്പെടട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രവചനത്തിന്റെ തലങ്ങൾ തുറന്നു വരട്ടെ. പിന്നെ അങ്ങോട്ട് ഇതിന് ശേഷം യെശയ്യാവ് ഒന്നുകൂടെ സറണ്ടർ ചെയ്യുക. ഹല്ലേലൂയ. ഉടനെ കർത്താവ് പിതാവായ ദൈവം, യഹോവയായ ദൈവം ചോദിച്ചു, ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? ഹല്ലേലൂയ. ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? അപ്പൊ ഇത്രയും നാളും യഹോവയായ ദൈവമല്ലേ യെശയ്യാവിനെ അയച്ചത്? ആണ്. പക്ഷേ ആ ഒരു സമർപ്പണത്തിൽ ഹല്ലേലൂയ യെശയ്യാവ് ഒന്നുകൂടെ സമർപ്പിച്ച് ഒന്നുകൂടി ശുദ്ധീകരണം പ്രാപിച്ച് അഗ്നി നാവായി മാറിക്കഴിഞ്ഞപ്പോൾ കർത്താവ് ചോദിക്കുക, ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ദൈവം നിങ്ങളോട് ചോദിക്കുന്നു. ഹല്ലേലൂയ. ഇതേ വചനം തന്നെ. ഹല്ലേലൂയ. ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? ഇനി അധിക സമയമില്ല പ്രിയരെ. ഹല്ലേലൂയ. ഉണർവിന്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു പുതിയ തലമുറ രാജ്യത്ത് എഴുന്നേൽക്കുകയാണ്. പുതിയൊരു തലമുറ കേരളത്തിൽ എഴുന്നേൽക്കുകയാണ്. അഗ്നിനാവുള്ള തലമുറ, അഗ്നിനാവുള്ള തലമുറ. യുപിയിലായിരുന്ന സമയത്ത് ഞാൻ ഒരു ദർശനം കണ്ടു. അഗ്നി നദി ഒഴുകി വരുന്നേ, അഗ്നിയുടെ ഒരു തീ നദി, ഒരു നദി പോലെ തീയുടെ കളറിൽ ഇങ്ങനെ ഒഴുകി വരുക. ഹല്ലേലൂയ. ഞാനിത് കണ്ടോണ്ടിരിക്കുമ്പോൾ അപ്പോൾ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ദൈവദാസൻ, ഞങ്ങളെ കൊണ്ടുപോയ ദൈവദാസൻ,
ആ ദേവദാസൻ സെയിം കാര്യം പറയുക. ഹല്ലേലൂയ. ഇവിടെ അഗ്നിയുടെ നാവുകൾ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഒരു കാര്യം ഉറപ്പാ, ഇനി അധികം നാളില്ല. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ശ്യാമാക്ക് എപ്പോഴും പറയുന്നത് പോലെ അധികം നാളില്ല. ഹല്ലേലൂയ. കർത്താവ് തന്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുകയാ. ആരൊക്കെ സമർപ്പിക്കുന്നു? ഇന്നിവിടെ ആരാധനയെ കുറിച്ച് പറഞ്ഞല്ലോ, ഇന്നിവിടെ ആരാധനയെ കുറിച്ച് പറഞ്ഞു. എന്താണ് ആരാധന? ഹല്ലേലൂയ. നമ്മുടെ സ്നേഹം മുഴുവനായിട്ട് കർത്താവിന് കൊടുക്കുന്നതാ. ആരാധന എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നത് ആരാധന. ഒരു യാഗമായിട്ട് എന്റെ ഇഷ്ടങ്ങളല്ല കർത്താവേ, അങ്ങയുടെ ഇഷ്ടം മാത്രം എന്റെ ജീവിതത്തിൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ യാഗമായി സമർപ്പിക്കുന്നതാണ് പ്രിയരെ ആരാധന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് ഇവിടെ ഇരിക്കുന്നതിൽ, ഇന്ന് ഓൺലൈനകത്തായിരിക്കുന്നവരിൽ എത്ര പേർക്ക് സമർപ്പിക്കാൻ കഴിയും? എന്നെ തന്നെ ഞാനൊരു യാഗമായി സമർപ്പിക്കുന്നു. എന്റെ ഇഷ്ടങ്ങളല്ല കർത്താവേ, അങ്ങയുടെ ഇഷ്ടം മാത്രം എന്റെ ജീവിതത്തിൽ നിറവേറണമെന്ന് പറഞ്ഞ് ഒരു ആരാധനയായി സമർപ്പിക്കാൻ കഴിയോ? ഹല്ലേലൂയ. ദൈവം പ്രസാദിക്കുന്ന ആരാധന. ഹല്ലേലൂയ. നമ്മളെന്ന് പറയുന്ന വ്യക്തി ഇല്ലാതെ, ഹല്ലേലൂയ, സ്വന്തം പ്രാണനേക്കാൾ വിലയേറിയതായിട്ട് നമ്മൾ യേശുവിനെ സ്നേഹിക്കുക. സ്വന്തം പ്രാണനെ ത്യജിച്ചുകൊണ്ട്, സ്വന്തം പ്രാണനെ വിലയേറിയതായി എണ്ണാതെ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരുവോ? എഴുന്നേറ്റ് വരിക. ഈ ദിവസങ്ങളിൽ അത് എഴുന്നേറ്റ് വരും. ഒരു ആർമി ഇവിടെ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാണനെ വിലയേറിയതായി എണ്ണാത്ത ഒരു സൈന്യം ഈ രാജ്യത്ത് എഴുന്നേറ്റ് വരും. പ്രത്യേകിച്ച് യൗവനക്കാരുടെ ഇടയിൽ നിന്ന്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു ആർമി ഇവിടെ എഴുന്നേറ്റ് വരാൻ പോകുക. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. എല്ലാറ്റിനേക്കാൾ ഉപരിയായി യേശുവിനെ സ്നേഹിക്കുന്ന ഒരു സൈന്യം ഇന്ത്യയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ലേഖനത്തിൽ പറയുന്ന ഒരു വചനം ഇങ്ങനെയാ: പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് ഏതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ പെട്ടുപോകരുതെന്ന് എഴുതിയിരിക്കുന്നെന്ന് തോന്നുന്നു. പക്ഷെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് ഏതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ കുടുങ്ങിപ്പോകരുതെന്നാണ്. ഹല്ലേലൂയ. ജീവന കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, നമ്മൾ ഈ ഫിസിക്കൽ ബോഡിയിൽ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ജീവന കാര്യങ്ങൾ നമുക്കുണ്ട്. പക്ഷെ അതിനകത്ത് നമ്മൾ കുടുങ്ങിപ്പോകരുത്. അതാണ് ഹല്ലേലൂയ. പടചേർത്തവനെ പ്രസാദിപ്പിക്കണം. ഹല്ലേലൂയ. പടചേർത്തവനെ പ്രസാദിപ്പിക്കുവാൻ കർത്താവ് നിങ്ങളെല്ലാം സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയൊരു ആർമി ഹല്ലേലൂയ ഇവിടെ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. എനിക്ക് ഹല്ലേലൂയ മൂന്ന് കാര്യങ്ങൾ എനിക്ക് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ ഞാൻ പറഞ്ഞതിനെ ഒന്ന് അവസാനിപ്പിച്ചോട്ടെ. യെശയ്യാവ് പിന്നീട് പറഞ്ഞ പ്രവചനങ്ങളൊക്കെ ഭയങ്കരമായ പ്രവചനങ്ങളായിരുന്നു. ഹല്ലേലൂയ. 6-ാം അധ്യായത്തിൽ എൻകൗണ്ടർ ഉണ്ടായി. 6-ാം അധ്യായത്തിൽ എൻകൗണ്ടർ ഉണ്ടായി. 9-ാം അധ്യായം വന്നപ്പോൾ യേശു കർത്താവിനെ കുറിച്ച് പ്രവചിക്കാൻ ആരംഭിച്ചു. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രവചനം ഹല്ലേലൂയ 9-ാം അധ്യായത്തിൽ നമുക്ക് കാണും. പിന്നീട് മാർക്കോസിന്റെ അതിനുശേഷം 11-ാം അധ്യായം വരുമ്പോൾ 11-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. അതിന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. അത്ഭുതമന്ത്രി ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, യഹോവ ഭക്തിയുടെയും പരിജ്ഞാനത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വസിക്കും എന്നുള്ള പ്രവചനം. അതിനുശേഷം യെശയ്യാവിന്റെ പുസ്തകം 45-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, യെശയ്യാവിന്റെ പുസ്തകം 45-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ കുറിച്ച് പറയുകയാണ്. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാനല്ലാതെ നീതിമാനായൊരു ദൈവവും രക്ഷിതാവുമില്ല. സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ. ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ലല്ലോ എന്നാണ്. എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എന്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത വചനവും പുറപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാവ് വിളിച്ചു പറയുകയാണ്. യേശുക്രിസ്തുവിന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയും. ഹല്ലേലൂയ. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു രക്ഷയില്ല, അവനല്ലാതെ വേറൊരു ദൈവം ഇല്ല.
വരുമ്പോൾ നമുക്ക് 52-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഹല്ലേലൂയ, യേശു കർത്താവിന്റെ രക്ഷ ഭൂമി മുഴുവനും നിറഞ്ഞിരിക്കുന്നു. യേശു കർത്താവ് എന്ന രക്ഷയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു 52-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്റെ ദാസൻ കൃതാർത്ഥനാകും എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 53-ാം അധ്യായം പിന്നെ പറയുകയും വേണ്ട, അത് മുഴുവൻ യേശു കർത്താവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, ഇത്രയും വലിയ പ്രവചനം ആർക്കും ഇതുപോലെ യേശുവിനെ കുറിച്ച് പ്രവചിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രിയരെ. ഹല്ലേലൂയ, സെഖരിയാവ് പ്രവചിച്ചു. ഹല്ലേലൂയ, യേശു കർത്താവ് കഴുതക്കുട്ടിയുടെ പുറത്തു വരുന്നത്. ഹല്ലേലൂയ, സെഖരിയാവ് പ്രവചിച്ചു, ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ചെറുതെങ്കിലും നിന്നെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരുമെന്ന്. പക്ഷേ യെശയ്യാവ് യേശുക്രിസ്തുവിനെ പോലെ പ്രവചിച്ചതുപോലെ ആരും ഒരു പ്രവാചകനും പ്രവചിച്ചിട്ടില്ല. അങ്ങനെ എന്താണ് കാരണം? ഒറ്റ എൻകൗണ്ടർ. ഹല്ലേലൂയ, അങ്ങനെയാണെങ്കിൽ ഒരു എൻകൗണ്ടർ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നിങ്ങളിലുള്ള പ്രവചനത്തിന്റെ ആത്മാവ്, ഹല്ലേലൂയ, അത് ഡബിൾ പോർഷനിലൂടെ, ഹല്ലേലൂയ, അത് ഇരട്ടിയാകുവാനിടയായിത്തീരും. ഹല്ലേലൂയ, നിങ്ങളിലുള്ള കൃപാവരങ്ങൾ ജ്വലിക്കുവാനിടയായിത്തീരും. നിങ്ങളിലുള്ള ദൈവത്തിന്റെ വചന വെളിപ്പാടുകൾ അത് ഇരട്ടിയായി വർദ്ധിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ, ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന 3 പോയിന്റ് ഉണ്ട്, അതൊന്നും പറയാതെ എനിക്ക് നിർത്താൻ പറ്റത്തില്ല. ഒന്ന്, ഹല്ലേലൂയ, മാറോട് ചേർന്നിരുന്നവനെ, യേശു കർത്താവിന്റെ നെഞ്ചോട് ചേർന്നിരുന്നവൻ ചോദിച്ചത് അത് യേശു കർത്താവിന് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വിശ്വസിക്കുന്നത് യേശു കർത്താവ് ഒരിക്കലും യൂദായുടെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല. യേശു അങ്ങനെ ചെയ്യത്തില്ല. കാരണം 3.5 വർഷക്കാലം യൂദ കൂടെ നടന്നു. പണസഞ്ചിയിൽ നിന്ന് പണം എടുത്തുകൊണ്ടിരുന്നിട്ടും യേശു കർത്താവ് ഒരു വാക്കുപോലും യൂദായെ വേദനിപ്പിച്ച് സംസാരിച്ചില്ല. യൂദായെ കുറിച്ച് ആരോടും പറഞ്ഞില്ല. പക്ഷേ ഹല്ലേലൂയ, മാറോട് ചേർന്നിരുന്നവൻ ചോദിച്ചപ്പോൾ യേശു കർത്താവിന് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. യേശു കർത്താവ് പറഞ്ഞുണ്ട്, അപ്പക്കണ്ടം മുക്കിക്കൊടുക്കുന്നവൻ. യൂദായെ തന്നെ നോക്കിക്കൊണ്ട് യേശു കർത്താവ് പറയാ, ഞാൻ അപ്പക്കണ്ടം ആർക്കാണോ മുക്കിക്കൊടുക്കുന്ന അവനാണ് എന്നെ കാണിച്ചു കൊടുക്കുന്നതെന്ന്. ഹല്ലേലൂയ, എന്റെ പ്രിയരെ, മാറോട് ചേർന്നിരുന്നു, യേശുവിന്റെ നെഞ്ചോട് ചേർന്നിരുന്നു. ആരോടും പറയാത്തത് നീ ചോദിച്ചാൽ നിന്നോട് പറയും. ഹല്ലേലൂയ. രണ്ടാമത്, ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം വായിക്കേണ്ട 25, 26, 27 വാക്യങ്ങളിൽ, ഹല്ലേലൂയ, ക്രൂശിന്റെ ചുവട്ടിൽ യേശുവിന്റെ അമ്മ നിൽക്കുകയാണ്. ഹല്ലേലൂയ, യോഹന്നാനും കൂടെ നിൽക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് യേശു ശിഷ്യനെ നോക്കി, അമ്മയെ നോക്കി, എന്നിട്ട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ആ നിമിഷം മുതൽ യോഹന്നാൻ യേശുവിന്റെ അമ്മ മറിയെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഭൂമിയിൽ യേശു ജീവിച്ചിരുന്നപ്പോൾ ഈ ഭൂമിയിൽ യേശുവിന് ഏറ്റവും വിലപ്പെട്ടത് തൻ്റെ സ്വന്തം അമ്മയായിരുന്നു. ഹല്ലേലൂയ, ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത് തൻ്റെ സ്വന്തം അമ്മയായിരുന്നു. ആ അമ്മയാണ് യോഹന്നാനെ ഏൽപ്പിച്ചത്. എന്തുകൊണ്ടാ? യോഹന്നാനെ യേശുവിന് വിശ്വാസമായിരുന്നു. യോഹന്നാന്റെ സ്നേഹത്തെ വിശ്വാസമായിരുന്നു. യോഹന്നാന്റെ വിശ്വസ്തത യേശുവിന് അറിയാമായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, എൻ്റെ കർത്താവിന് എന്നെ വിശ്വസിക്കാൻ കഴിയുമോ? എൻ്റെ കർത്താവിന് എന്നെ വിശ്വസിക്കാൻ പറ്റുമോ? ആരെ ഏൽപ്പിക്കാത്ത ചില വിലപ്പെട്ടത് എന്നെ ഏൽപ്പിക്കാൻ തക്കവണ്ണം ഞാൻ പ്രാപ്തനാണോ? എന്നെ വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ വിശ്വസ്തതയുള്ളവനാണോ എന്നൊന്ന് ചിന്തിക്കുന്നത് ഹല്ലേലൂയ നല്ലതായിരിക്കും. വിശ്വസ്തനാണെങ്കിൽ, നീ സത്യസന്ധനാണെങ്കിൽ, നീ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെയാണ് നിൽക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന് നിന്നെ വിശ്വാസമാണെങ്കിൽ, നിനക്ക് ദൈവത്തെ വിശ്വാസമായിരിക്കാം, പക്ഷെ ദൈവത്തിന് നിന്നെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആരെ ഏൽപ്പിക്കാത്ത ചിലത് നിന്നെ ഏൽപ്പിക്കാനിടയായിത്തീരും. ഏറ്റവും വിലപ്പെട്ട ചിലത്, ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ചിലത് ദൈവം നിന്നെ ഏൽപ്പിക്കാനായിട്ട് ഇടയായിത്തീരും. പ്രിയരെ, മൂന്നാമതൊറ്റ ഒരു കാര്യം കൂടെ വെളിപ്പാട് പുസ്തകത്തില് 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായി. ഹല്ലേലൂയ, യോഹന്നാനെ നാട് കടത്തിയ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അനേക പീഡനങ്ങളിലൂടെ യോഹന്നാൻ കടന്നുപോയി. ഹല്ലേലൂയ, തിളച്ച എണ്ണയ്ക്കകത്തിട്ടു. ഹല്ലേലൂയ, അവിടെ നിന്ന് സുരക്ഷിതമായി പുറത്തു വന്നു. മരത്തെ കെട്ടിയിട്ടിട്ട് തീ അടിയിൽ നിന്ന് കൊടുത്ത് കൊല്ലാൻ നോക്കി, അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഹല്ലേലൂയ, അതിനുശേഷം ഹല്ലേലൂയ കാരാഗൃഹത്തിലിട്ടു. അതിനുശേഷമാണ് പത്മോസിലേക്ക് നാട് കടത്തി. സാമൂഹിക ദ്രോഹികളെ നാട് കടത്തുന്ന ആ ദേശത്തിലേക്ക്, ആ ഐലൻഡിലേക്ക്
ഹല്ലേലൂയ, യോഹന്നാനെ നാട് കടത്തി. അവിടെ പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. പക്ഷേ യോഹന്നാൻ അത് സ്വർഗതുല്യമായിരുന്നു. ഹല്ലേലൂയ. ഞാനൊരു ദൂത് പറയട്ടെ, നിന്റെ ജീവിതത്തിലും പത്മോസിന്റെ അനുഭവത്തിലൂടെയാണോ നീ കടന്നു പോകുന്നത്? നിന്റെ ജീവിതത്തിലെ കഷ്ടതകള്, പ്രതിസന്ധികള് നിനക്കൊരു പത്മോസായിട്ട് തോന്നുന്നുണ്ടോ? ആരും എന്റെ കൂടെ ഇല്ല, ഞാൻ ഒറ്റപ്പെട്ടവളാണ്, ഞാൻ ഒറ്റപ്പെട്ടവനാണ്, ഹല്ലേലൂയ, എന്നെ ആർക്കും വേണ്ട, ഹല്ലേലൂയ, ഞാൻ എല്ലാവരാലും തള്ളപ്പെട്ടവനാണ്, എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല, എല്ലാ തരത്തിലും എനിക്ക് മരിച്ചാൽ മതി എന്ന ആ ഒരു വക്കിലാണോ നിങ്ങൾ എത്തിയിരിക്കുന്നത്? ആ ഒരു അവസ്ഥയിലാണോ നിങ്ങൾ എത്തിയിരിക്കുന്നത്? നിങ്ങൾക്കൊരു സദ്വർത്തമാനമുണ്ട്. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിന്റെ മാറോട് ചേർന്നിരുന്നു, അവിടെ ഒരു എൻകൗണ്ടർ വെളിപ്പെടും, അവിടെ ഒരു എൻകൗണ്ടർ വെളിപ്പെടും. ഹല്ലേലൂയ. ആരെയും ഇതുവരെ കാണിക്കാത്തത്, കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ആർക്കും ഇതുവരെ വെളിപ്പെടുത്തി കൊടുക്കാത്തത്, ആരെയും ഇതുവരെ കാണിക്കാത്തത്, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ കാണുവാൻ, ഹല്ലേലൂയ, പത്മോസ് മുഖാന്തരമായെങ്കിൽ നിന്റെ പത്മോസും ദൈവം അനുവദിച്ച പത്മോസും അത് കർത്താവിനെ കാണാനുള്ള ഒരു കാരണം മാത്രമാണ് പ്രിയരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു കാരണം മാത്രമാണ് നിന്റെ പത്മോസ്. ഈ സമയത്ത് നീ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിന്റെ മാറോട് ചേർന്നിരുന്നു, നിന്റെ മുറിയിൽ കർത്താവ് ഇറങ്ങി വരാനിടയായി തീരും. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ, ഹല്ലേലൂയ, തലമുടി വെളുത്ത് പഞ്ഞി പോലെ, ഹിമം പോലെ വെളുത്ത തലമുടിയുള്ള, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ള, ഹല്ലേലൂയ, മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്ന, ഹല്ലേലൂയ, വെള്ളോടിന് സദൃശ്യമായ പാദങ്ങളുള്ള, ഹല്ലേലൂയ, ആത്മാവെന്ന വാള് വായിൽ നിന്ന് പുറപ്പെടുന്ന, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ള കർത്താവിനെ കാണുവാൻ ഈ ഭൂമിയിൽ ആദ്യം ഭാഗ്യം കിട്ടിയത് യോഹന്നാനാണ്. ഹല്ലേലൂയ. പൗലോസ് എഴുതിയിരിക്കുന്നു, ലേഖനങ്ങളിൽ പൗലോസ് എഴുതിയിട്ടുണ്ട്, ഞാൻ 3 പ്രാവശ്യം എന്റെ കർത്താവിനെ കണ്ടു. ഹല്ലേലൂയ. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. 3 പ്രാവശ്യം പൗലോസ് കണ്ടെങ്കിലും യോഹന്നാന്റെ മുമ്പിലാണ് യഥാർത്ഥ തേജോമയനായ ഉയർത്തെഴുന്നേറ്റ, ഹല്ലേലൂയ, തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു വെളിപ്പെട്ടു വന്നത്. ഹല്ലേലൂയ. കാരണം എന്താണ്? ആരുമില്ലാതെ ഒറ്റപ്പെട്ട് കിടന്നവന്റെ അടുക്കലേക്ക്, എല്ലാവരാലും തള്ളപ്പെട്ടവന്റെ അടുക്കലേക്ക്, കുടുംബത്തിൽ എല്ലാവരും നിനക്ക് കാണും. ഹല്ലേലൂയ. കുടുംബക്കാരെല്ലാം ഉണ്ടായിരിക്കും, സുഹൃത്തുക്കളുടെ വലിയൊരു വലയം ഉണ്ടായിരിക്കും. പക്ഷെ നിന്റെ പത്മോസിന്റെ സമയം വരുമ്പോൾ നീ ഒറ്റപ്പെട്ടവനായിരിക്കും, നീ ഒറ്റപ്പെട്ടവളായിരിക്കും. അവിടെ ഇറങ്ങി വരുന്നത് എന്റെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. അവിടെ കർത്താവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇതുവരെ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്തത്, ഹല്ലേലൂയ, ഇതുവരെ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്തത് അവിടെ പത്മോസിൽ യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇതുവരെ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്തത് നിങ്ങളിൽ ചിലരുടെ മേൽ കർത്താവ് തരാൻ പോകുന്നു. ഹല്ലേലൂയ. ഭാവി സഭയെ കുറിച്ചുള്ള ദർശനം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം വരുമ്പോൾ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവിടം വരെയുള്ള കാര്യങ്ങള് പത്മോസില് യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യമുണ്ട്. ഹല്ലേലൂയ. കേട്ട നാദം, ഹല്ലേലൂയ, കാഹളം പോലെ കേട്ട നാദം എന്തെന്ന് കാണാൻ ഹല്ലേലൂയ യോഹന്നാൻ തിരിഞ്ഞപ്പോ കണ്ടതാരെയാ? കർത്താവിനെയാ. ഹല്ലേലൂയ. നിന്റെ മുറിയില് ഈ ദിവസങ്ങളിൽ ചിലപ്പോ ശബ്ദം കേൾക്കുമായിരിക്കും, ചില കാഹളം പോലെയുള്ള നാദം കേൾക്കുമായിരിക്കും. അത് അപ്പുറത്തെ വീട്ടിലെ ശബ്ദമാണെന്നോ, അല്ല പറമ്പിലെ ശബ്ദമാണെന്നോ, അല്ലെങ്കിൽ വേറെ എനിക്ക് തോന്നിയതാണെന്നോ പറഞ്ഞ് നീ തള്ളിക്കളയരുത്. നീ ഒന്ന് തിരിഞ്ഞു നോക്കിയാ നിന്റെ കർത്താവ് നിന്റെ മുറിയിൽ ഇറങ്ങി നിൽക്കുന്നത് നിനക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മാറോട് ചേർന്നിരിക്കുന്നവന് ആർക്കും പറഞ്ഞു കൊടുക്കാത്തത് അവൻ ചോദിച്ചാൽ കർത്താവ് പറഞ്ഞു തരും. ആരോടും വെളിപ്പെടുത്തി കൊടുക്കാത്തത് അവൻ ചോദിച്ചാൽ പറഞ്ഞു തരും. രണ്ടാമത്, ഹല്ലേലൂയ, മാറോട് ചേർന്നിരുന്നവനെ, വിശ്വസ്തയോടെ നിന്നവനെ, പ്രഷ്യസ് ആയിട്ടുള്ളത്, വിലയേറിയ ഉത്തരവാദിത്തങ്ങൾ ദൈവം ഏൽപ്പിക്കാനിടയായി തീരും. മൂന്നാമത്, ആരും കാണാത്തത് കാണാൻ, ആരോടും ഇതുവരെ വെളിപ്പെടുത്തി കൊടുക്കാത്തത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കർത്താവ് ഹല്ലേലൂയ സഹായിക്കും. ഹല്ലേലൂയ. വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ 2026 നമ്മുടെ ദൈവസഭയുടെ വർഷമാണ്, ഈ രാജ്യത്തിന്റെ വർഷമാണ്, ദൈവസഭ ശക്തിയോടെ എഴുന്നേറ്റ് വരുന്ന വർഷമാണ്, മഹത്വത്തിന്റെ വർഷമാണ്. നമ്മൾ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് കയറുന്ന വർഷമാണ്. ദൈവം നിങ്ങളെ